ഒരു കൂടാരമൊക്കെ കെട്ടിയിട്ട് അതിനകത്തിരുന്ന് ഓരോരോ ഗ്രൂപ്പുകൾ വന്ന് അണമുറിയാതെ ഇങ്ങനെ ജപമാല ചെല്ലുമായിരുന്നു 2003. അത് ഒക്ടോബർ മാസം 25-ാം തീയതിയാണ് തുടങ്ങിയത്. പിറ്റേ കൊല്ലം ഒക്ടോബർ മാസത്തിലാണ് അത് തീരണത്. 2004 ആണ് ആ അണമുറിയാത്ത ജപമാല തീരണത്. പക്ഷേ 2004 ഒക്ടോബർ 25-ന് തീരുമ്പോൾ ഡിസംബർ ആയപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് പ്രത്യക്ഷപ്പെട്ടെങ്കിലും ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി സിൽവർ ഗിരയിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിൻ്റെ വലിയ ഒരു ഇമ്പാക്റ്റ് ആ ദിവസങ്ങളിൽ ഇല്ലാതിരുന്നത്. എനിക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയില്ല. തോന്നുന്നത് വെച്ചാൽ ആ പരുവക്കേടായിരുന്നു അന്നത്തെ കാലം. അതൊക്കെ ഇവിടെയൊക്കെ ഇത് തുടങ്ങി വരുന്നൊരു സമയമാണ്. അപ്പം അതുകൊണ്ട് സഭയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. ഇത് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ വല്ല തരികിട പരിപാടിയും കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട്, അപ്പോൾ എനിക്ക് ആ വിഷയത്തിൽ വല്ല സസ്പെൻഷനൊക്കെ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് മിണ്ടാതെ നടന്നു. ഈ ജനങ്ങളോട് പറഞ്ഞ് നമ്മൾ പ്രത്യക്ഷപ്പെട്ട കാര്യമെങ്കിലും പ്രചരിപ്പിച്ചില്ല. പിന്നെ 10 കൊല്ലം കഴിഞ്ഞ് 2014 അവസാനമായപ്പോൾ സെപ്റ്റംബർ ആയപ്പോൾ വാടിപ്പെട്ടി പോയി. അവിടെ വെച്ചാണ് എനിക്കവിടെ കയറാൻ പറ്റാത്ത അമ്മയുടെ സന്നിധാനം, അവിടെയും മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പോൾ അവിടെ സന്നിധാനത്തിൽ കയറാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ വന്നു. ഞാൻ ഡൗൺ ആയിട്ട് അങ്ങനെ പുറത്ത് നിൽക്കുകയും വിജയകുമാറിനെ കൊണ്ട് ഞാൻ നേർച്ചയിടിച്ചിട്ട് തിരിച്ചു പോന്നു. വിജയകുമാർ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ അച്ഛൻ കയറാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിവിടെ കയറാൻ അനുവാദമില്ലെന്ന് പറയണം അമ്മ. ഇതിനേക്കാൾ വ്യക്തമായിട്ടാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. നീ അത് പൂർത്തിവെച്ചിരിക്കുന്ന കാരണം നിനക്ക് മരണസമയത്ത് ഇതിനെ ഒത്തിരിപ്പ് കടവുണ്ടാകും. കാര്യം അതെനിക്ക് പേടിയായിപ്പോയി. ഈ പ്രത്യക്ഷീകരണം ഇവിടെ പ്രഖ്യാപിക്കേണ്ട കാരണം ഇത്രയും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതായത് എൻ്റെ മരണസമയത്ത് ഞാൻ ദൈവം നടത്തിയ ഈ വലിയ കാര്യം ലോകത്തോട് പറയാതെ മരിച്ചാൽ അത് ഒത്തിരിപ്പ് കടമാകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ മുമ്പും പുറകും നോക്കാതെ ഇവിടെ വന്ന് 2015 അമ്മയെ പ്രതിഷ്ഠിച്ച്. അന്ന് പ്രതിഷ്ഠിച്ച മാതാവാണ് അവിടെ ഇരിക്കുന്നത്. അതായത് കൃപാസന മാതാവല്ല, ലൂർദ് മാതാവിൻ്റെ രൂപമാണ് നമ്മുടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഞാനൊരു രൂപം എനിക്ക് മനസ്സിലായില്ല. ഈ പൂർണ്ണ ലൈൻ അത് മോശമാണ്. ദൈവം വളരെ ശ്രദ്ധയോടുകൂടിയാണ് വിഷയം കൈകാര്യം ചെയ്യണതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ന്യൂട്രലായിട്ട് ആദ്യം ഒരു മാതാവ് 1987 എൻ്റെ മുറിയിൽ കൊണ്ടുവന്നിരുന്നു. അന്ന് മുതലാണ് ഞാൻ മാതാവിലേക്ക് കുറച്ച് അടുത്തത്. ഞാൻ പ്രൈവറ്റ് പേഴ്സണൽ ജപമാലയൊക്കെ ചെല്ലാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ്. ഞാൻ ഈ മാതാവിൻ്റെ രൂപം കൊണ്ട് ചമ്പക്കുളത്ത് കൊടുത്തിട്ടും പറഞ്ഞ് ഞാനൊരു മാതാവിനെ കൃപാസനത്തിൽ കണ്ടായിരുന്നു. അത് സിൽവർ ഗ്രേയാണ്. നടുക്ക് ക്ലോക്ക് ഉണ്ടായിരുന്നു. 10-8 സൂചി കാണിച്ചിരുന്നു. എനിക്ക് ആ മാതാവിൻ്റെ രൂപം പോലെ അത് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള രൂപം ഇതാണെന്ന് പറഞ്ഞു. ഞാനത് കൊടുത്തു. ചപ്പക്കുളത്ത് കൊണ്ട് കൊടുത്തിട്ട് ഈ രൂപം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതൊരു അങ്ങനെ ഒന്നും ഒരു ശില്പിയോട് പറയാൻ പറ്റത്തില്ല. അച്ഛന് വട്ടാണെന്ന് തോന്നുന്നു. കാര്യം ഞാൻ മനസ്സിലുള്ള രൂപം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? എൻ്റെ മനസ്സിലുള്ള രൂപമേ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്കൊരു മോഡൽ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ എന്നെ അമ്മയിലേക്ക് നയിച്ചൊരു രൂപമുണ്ട്. അത് നീ ഇത് കൊണ്ടുവന്നു. എൻ്റെ അതായത് മൊബൈൽ അതിൻ്റെ പടങ്ങളെല്ലാം എടുത്ത് എന്തൊരു മാതാവിൻ്റെ രൂപം ഉണ്ടാക്കി. 1 കൊല്ലം കൊണ്ടാണ് ഈ രൂപം ഉണ്ടാക്കിയത്. അപ്പോൾ ചമ്പക്കുളത്ത്. പക്ഷെ ഞാനൊരു ദിവസം ചെല്ലുമ്പോൾ തെങ്ങിൻ ചവിട്ടി ഈ രൂപം ഇരിപ്പുണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് വെയിലത്ത് വെച്ചതല്ലാതെ ആ ശില്പിയുടെ മുറി സ്ഥലമില്ലായിരുന്നു. അത് കാരണം അടുത്തടുത്ത് ഓർഡർ വന്നപ്പോൾ മാതാവിനൊരു പുറത്ത് വെച്ച്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ വലിയ മാതാവല്ലേ പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഞാനും തങ്കച്ചേനും സണ്ണിച്ചേട്ടനും കൂടി ഇവിടെ ചെല്ലുമ്പോൾ മാതാവിനെ കണ്ട്. മാതാവ് തങ്കച്ചേട്ടൻ പറഞ്ഞ് ഇത് മാതാവാണെന്ന് എന്നോട് ചോദിച്ചു. കാര്യം അന്ന് വേറെ ലുക്കായിരുന്നു. ഇന്ന് നിങ്ങൾ കാണുന്ന കൃപാസന മാതാവ് എൻ്റെ ലുക്കല്ലേ.
ഇങ്ങനൊരിത് ചോദിച്ചപ്പോൾ എനിക്കും തോന്നി, എനിക്കും സംശയം എനിക്കിങ്ങനെ ഇത് ചോദിച്ചല്ല, ഇങ്ങനെയല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചതെന്ന്. പക്ഷെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ വെച്ചതിന് ശേഷം ഇതുപോലെയൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഈ പള്ളിയിലിരിക്കുകയാണ്. മാതാവിനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞാനൊരു ദിവസം സന്ധ്യയ്ക്ക് ഇവിടെ വന്നു. സന്ധ്യയ്ക്ക് ഇടുന്നപ്പോൾ ഇവിടെയെല്ലാം ഇരുട്ടാണ്, മാതാവിൻ്റെ മുഖത്ത് മാത്രം ലൈറ്റ് കിടപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ മാതാവിലേക്ക് ഇങ്ങനെ കണ്ണ് ചിമ്മി അവിടെ നോക്കുമ്പോഴുണ്ട് അന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു കടുകിന് പോലും വ്യത്യാസമില്ലാത്ത അതേ മാതാവാണിത്.